അയൽക്കൂട്ടങ്ങൾ അഫിലിയേഷൻ കഴിഞ്ഞത്. അതിനുശേഷം കുറേ അയൽക്കൂട്ടങ്ങൾ ഇപ്പോൾ രൂപീകരിച്ചു വരുന്നു. അപ്പോൾ എല്ലാവരും പങ്കാളികളാക്കാൻ വേണ്ടി മറ്റു സ്ത്രീകളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ജൈവ കൃഷിയാണല്ലോ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ ജൈവ കൃഷിയെ സംബന്ധിച്ചിടത്തോളം അത്തരം ഉൽപ്പന്നങ്ങൾക്ക് ഭയങ്കര വില ഉണ്ടായിരിക്കും. കൂടുതൽ വില കൊടുത്തിട്ടാണ് മാർക്കറ്റിൽ പലപ്പോഴും ഈ ജൈവ കൃഷി ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ. അതല്ലാതെ ഇതിൻ്റെ വില നിയന്ത്രിക്കാനോ അത് സാധാരണക്കാർക്ക് ലഭ്യമാക്കാനോ അത്തരത്തിലൊരു അവബോധമായിട്ട് ഇതിനെ വളർത്തിയെടുക്കുന്നതിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ജൈവ കൃഷി ജൈവ കർഷകരെയാണ് ഞങ്ങൾ കൂടുതലായിട്ട് സഹായിക്കുന്നത്. അവർ ഉൽപ്പന്നങ്ങൾ അവർ തന്നെയാണ് വിൽക്കുന്നത്. ഈ കൊള്ള വിലയ്ക്കൊന്നും അവർ കൊടുക്കുന്നില്ല. ന്യായമായ വിലയ്ക്ക് അതാത് പ്രദേശത്തുള്ള ആളുകൾക്ക് കൊടുക്കും. പിന്നെ ഞങ്ങൾ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ മുഖേന സാധനങ്ങൾ സംഭരിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന സംവിധാനം കൊടുങ്ങല്ലൂരിലുണ്ട്. അതുമാത്രമല്ല, ഈ ജൈവ ഉൽപ്പന്നങ്ങൾ വഴി നഗരസഭ സഹായം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി നഗരസഭ കൃഷിഭവൻ വഴി ഒരു ഉന്തുവണ്ടിയിൽ കൊണ്ടു നടന്ന് വിൽക്കാനുള്ള ഒരു സൗകര്യം കൂടി ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇനിയും വിപുലമാക്കാനും ആലോചിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ആ തരത്തിലുള്ള സഹായങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതോട് കൂടിയിട്ട് ആ ഉൽപ്പന്നത്തിന് ഈ രാസവളങ്ങൾ ഉപയോഗിച്ച് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അതേ വിലയിൽ തന്നെ കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. അത്തരത്തിൽ പറ്റുന്നുണ്ടോ എന്നുള്ളതും പറ്റുന്നുണ്ട്. കാരണം നഗരസഭ ഈ ജൈവ കൃഷിക്ക് സഹായം ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അതേ വിലയ്ക്ക് നഗരസഭ സബ്സിഡി കൊടുക്കുന്നത് കൊണ്ട് അതേ വിലയ്ക്ക് അവർക്ക് വിൽക്കാൻ കഴിയുന്നുണ്ട്. കേരളത്തിൻ്റെ തന്നെ വലിയൊരു പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഒരു പൈതൃകം നമുക്കുണ്ട്. BC ക്രിസ്തുവിന് മുമ്പേ തന്നെ റോമാ സാമ്രാജ്യമായിട്ട് കച്ചവടം നടത്തിയ ഒരു സ്ഥലമാണ് മുസിരിസ്. ഇപ്പോഴേ ഈ പറവൂരിനടുത്തുള്ള പട്ടണം തൊട്ട് ഏകദേശം കൊടുങ്ങല്ലൂർ വരെയുള്ള ആ ഒരു സ്ഥലത്ത് ഒരുപാട് ഉത്ഖനനം നടത്തിയിട്ട് പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയെ വലിയൊരു പൈതൃക സംരക്ഷണ മേഖലയായിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയും അതിനുള്ള പദ്ധതികളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ഈ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയുടെ ഒരു പാർട്ടിസിപ്പേഷൻ, ഒരു പങ്കാളിത്തം ഏത് തരത്തിൽ അതിനുള്ളൊരു മുന്നൊരുക്കം നിങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് അറിയാം. തീർച്ചയായിട്ടും. ഞങ്ങളുടെ കയ്യിലുള്ള 3 ഏക്കറോളം സ്ഥലം ഞങ്ങൾ ഈ മുസ്ലിംസ് പൈതൃക പദ്ധതിയിൽ, അത് 5 കോടി രൂപ ചെലവിൽ ഒരു ടൂറിസ്റ്റ് അറൈവൽ സെന്റർ, പാർക്കിംഗ് ഫെസിലിറ്റീസ്, ലോഡ്ജ് സമുച്ചയങ്ങളൊക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടത്തേക്ക് ഒരു റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി 43 സെന്റ് സ്ഥലം അക്വയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ അവിടുത്തെ ഗൈഡുകൾക്ക് ഉള്ള ട്രെയിനിങ് വരെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. അതായത് ഈ ഇപ്പോൾ സാർ ചൂണ്ടിക്കാണിച്ച മുസ്ലിംസ് പൈതൃക പദ്ധതിയുടെ ഏറ്റവും കൂടുതൽ ത്രസ്റ്റ് അനുഭവിക്കുന്നത് കൊടുങ്ങല്ലൂരാണെന്ന് കണ്ടെത്തിക്കൊണ്ട് അതിന് മുൻകൂട്ടി കണ്ടുള്ള മുന്നൊരുക്കങ്ങളാണ് നഗരസഭ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. നിങ്ങൾ മരം വെച്ചുപിടിപ്പിക്കൽ പരിപാടി നടത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള മുനിസിപ്പാലിറ്റി ഏത് തരത്തിലുള്ള മരവൽക്കരണ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നതെന്ന് അറിയാം. ഹരിതവൽക്കരണം എന്നുള്ളത് നിങ്ങളുടെ അജണ്ട ആണോ? തീർച്ചയായിട്ടും. കൊടുങ്ങല്ലൂർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടെ സ്കൂളുകളിൽ ഞങ്ങൾ വനവൽക്കരണ പരിപാടി നടത്താറുണ്ട്. മാത്രമല്ല ഞങ്ങളുടെ ഇപ്പോൾ ഈ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിൽ 10 അടി പൊക്കത്തിൽ മൊത്തം ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ട് 20 ലക്ഷം രൂപ ചെലവിൽ. അതിനകത്ത് ഞങ്ങൾ ഈ സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ റൂൾസിൽ തന്നെ അല്ലെങ്കിൽ അനുശാസിക്കുന്ന പ്രകാരമുള്ള വിവിധ തരത്തിലുള്ള വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് മാർക്സിലേക്ക് കിടക്കാം. 15 15 12 15 11.5 10 7 10 8 മാർക്ക്. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിക്ക് 60-ൽ 46 മാർക്സാണ് ലഭിച്ചിരിക്കുന്നത്. ഇവരുടെ പദ്ധതികളും പ്രവർത്തനങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഇവർക്ക് SMS അയക്കുക. SMS അയക്കേണ്ട ഫോർമാറ്റ് GKE സ്പേസ് KDLR സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്സ് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. ഗ്രീൻ കേരള എക്സ്പ്രസിൽ പങ്കെടുക്കാൻ എത്തിയ ചില ഗ്രാമപഞ്ചായത്തുകൾ അടുത്ത തവണ ഞങ്ങൾ ഗ്രീൻ കേരള എക്സ്പ്രസിൽ പങ്കെടുക്കാൻ വരുമ്പോൾ മുനിസിപ്പാലിറ്റികളായിട്ടായിരിക്കും വരിക എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഗ്രാമങ്ങളുടെ വേഷമാറ്റമാണ് നഗരവൽക്കരണം. നമ്മുടെ ഈ നഗരങ്ങളെല്ലാം തന്നെ ഒരു കാലത്ത് എല്ലും തണ്ടും മണക്കുന്ന ഗ്രാമങ്ങളായിരുന്നു എന്നതാണ് സത്യം. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ്. മറ്റൊരു വികസന കാഴ്ചയുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ. നന്ദി, നമസ്കാരം. ശുചിത്വ കേരളം, സുന്ദര കേരളം, ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.